ഇതാരാ വരുന്നത് നോക്കിയേ. ബിഗ് ബോസ് സീസൺ 6 കപ്പടിച്ച നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ സ്വന്തം ജിൻഡോയാണ് എന്നോടൊപ്പം. ജിൻഡോ നമസ്കാരം. സുഖം തന്നെയാണല്ല. ആളുകൾ കല്ലെറിയുന്നു, ക്രൂശിക്കുന്നു, അപമാനിക്കുന്നു, പരിഹസിക്കുന്നു. എന്തിനീ പാവ മനുഷ്യനെ? എന്തൊക്കെയാ ജിൻഡോ ഈ കേൾക്കുന്നത്? അല്ല, അവർക്കൊക്കെ ബിഗ് ബോസ് കളി തീർന്നുള്ളതാണ്. മണ്ടനായിട്ട് മുദ്ര കുത്തുന്നു. കഷ്ടപ്പെട്ടത് വെറുതെ. ആ മണ്ടൻ ബിഗ് ബോസ് സീസൺ 6 കപ്പടിക്കുന്നു. ജനങ്ങൾ ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്ത ജനങ്ങൾ തന്നെ നിലത്തടിക്കുന്നു. അപ്പം ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇത് ഫെയിം കൂടിയതിൻ്റെ പ്രശ്നമാണോ? ജിൻഡോ എന്നുള്ള വ്യക്തിയിൽ ഫെയിം കണ്ടുകൊണ്ട് അഹങ്കാരം കൂടിയതിൻ്റെ പ്രശ്നമാണോ? എന്താ സംഭവിച്ചത്? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എൻ്റെ കിളി പോയി സാറേ. ജിൻഡോയുടെ കൂടുള്ള സൗഹൃദങ്ങളും ജിൻഡോയെ അറിയാവുന്നവരും പറയുന്നത് ഒരു പെണ്ണ് പിടിയാൻ, ഒരു പ്രത്യേക സ്വഭാവ, മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെയാണ്. മോഷ്ടിക്കുന്നവൻ, ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. സ്വന്തം ജിമ്മിൽ കയറി മോഷ്ടിക്കാൻ എന്തുവാ അധികാരം? അല്ലെ സ്വന്തം ജിമ്മിലാണോ മോഷ്ടിച്ചേ? അത് ഉത്തരം പറ. അത് എനിക്കതൊക്കെ കേൾക്കുമ്പോൾ ശരി വന്നിട്ടുള്ള. അപ്പോഴും ജിൻഡോ ഒരു ബന്ധവും ഇല്ലാത്തൊരു പെൺകുട്ടി വന്ന് ചോദിക്കുമ്പോൾ സ്വന്തം സ്ഥാപനം കൊടുക്കാൻ ജിൻഡോ ഗാന്ധിജി വല്ലതും ആണ്? പലരും ഇങ്ങനെ അവിടെ എന്താ പറയാ, ഇവന് നാടകമല്ല, മര്യാദക്ക് പറ. ഡ്രഗ്സിന്റെ കച്ചവടം ഉണ്ട്. ആർക്ക്? ഭർത്താവിന് കച്ചവടം ഉണ്ട്. ഇവളും അതിന് കൂട്ടുകയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പൊതുവെ ഒരു പറച്ചിലാണ്. ജസ്റ്റ് ഇങ്ങനെ അന്വേഷിച്ചപ്പോ ഏകദേശം അവിടെ വന്ന ആൾക്കാർക്ക് ഒരു കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അതായത് എന്താ കൊടുക്കാൻ നോക്കിയത്? പറയുന്നേ ഞാൻ ആരോടും പറയില്ല, നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ. അതറിയില്ല എനിക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയും നിങ്ങൾ വണ്ണം കുറയണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി. എന്ത് കഴിച്ചാൽ മതി? ഡ്രഗ്സ്. ശരിക്കും നടന്നാണോ? വിശ്വാസം വരണില്ലല്ലേ? ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് രാത്രിയില് കള്ളനെ പോലെ ജിൻഡോ അകത്ത് കയറിയതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇതാ നിന്നെയൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാത്ത, നീ പോടാ. അങ്ങനെ പറഞ്ഞാ പറ്റൂല, പറഞ്ഞാ സാറേ. നമുക്ക് സമയം പോകും, നമുക്ക് പോണ്ടേ? ഇല്ല, സമയമുണ്ട്, പറഞ്ഞതാ. അവരുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഷട്ടർ താഴത്തുനിന്ന് തുറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അവർ പകുതി വരെ അടച്ചു വെക്കും. മനസ്സിലായ? എന്താ ഷൈഡ് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഞാൻ കൂളായിട്ട് തുറന്നു കഴിഞ്ഞിട്ട് സാധാരണ ഷട്ടർ ഞാനും പൊക്കിയില്ല, മുകളിലേക്ക് പൊക്കിയില്ല. കാരണം അത്രയും പൊക്കണ്ടല്ലോ ഓർത്ത് ഞാനും കുഞ്ഞു കയറി. കഴിഞ്ഞ് എനിക്ക് അവിടെ എൻ്റെ ഒരു ഓഫീസ് റൂമുണ്ട്. ആ ഓഫീസ് റൂമിൽ എനിക്കൊരു ചെക്ക് എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ ആ ഒരു ചെക്ക് എടുത്തു. പിന്നെ ജസ്റ്റ് കണക്കുകളൊക്കെ നോക്കാൻ കണക്കൊക്കെ നോക്കി. ഈ 5 അടി പൊക്കത്തില് 7 അടി കുരുട്ട് ബുദ്ധിയാണല്ലേ? ചെക്ക് മാത്രമേ അതിന്റെ അകത്തുനിന്ന് ജിൻഡോ എടുത്തിട്ടുള്ളൂ? ആ, ചെക്ക് മാത്രമേ എടുത്തുള്ളൂ. 10,000 രൂപ എടുത്തെന്ന് അറിഞ്ഞതോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ലക്ഷങ്ങളും കോടികളും കൊടുത്തിട്ടാണ് ജിൻഡോ കപ്പടിച്ചത്, അല്ലാതെ സാധാരണക്കാരന്റെ വോട്ട് കിട്ടിയിട്ടല്ല. ഞാൻ PR വേണ്ടിയിട്ട് ഒരു രൂപ പോലും കൊടുത്തല്ല. എന്തോ ചെറിയ പൈസ കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഒരു രൂപ പോലും ഞാൻ കൊടുത്തിട്ടില്ല. ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.